ഹായ്, നമസ്കാരം. ലാറ്റക്സിൽ ഒരു ബേസിക് റിപ്പോർട്ട് ഉണ്ടാക്കാൻ ആവശ്യമായ എല്ലാ കീവേഡും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയും എങ്ങനെ നമ്മുടെ കോഡിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യാമെന്ന് പഠിക്കാം. ഗൈസ്, യു ആർ വാച്ചിങ് എലാസ്റ്റ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉപയോഗിച്ച അതേ ബേസിക് പ്രൊജക്ട് റിപ്പോർട്ട് 3 എന്ന ഫയൽ തന്നെയാണ് നമ്മൾ ഇന്നും എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഉപയോഗിച്ച കോഡ് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. വളരെ ബേസിക് ആയ കണ്ടന്റ് ഒന്നും ആഡ് ചെയ്യാത്ത ഒരു ടെംപ്ലേറ്റിന് നമ്മൾ യൂസ് ചെയ്തത് 200ഓളം ലൈൻസ് ആണ്. അപ്പോൾ കണ്ടന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് 20, 30, 40 പേജ് വരുന്ന റിപ്പോർട്ട് ആഡ് ചെയ്യാൻ എത്രത്തോളം ലൈൻസ് വേണ്ടി വരുമെന്ന് നമുക്ക് ഊഹിക്കാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഓരോ ചാപ്റ്ററിലുള്ള കണ്ടന്റ് എഡിറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രൊസീജിയറാണ്. അതിനുവേണ്ടി നമ്മുടെ കോഡ് ഒന്ന് ഓർഗനൈസ് ചെയ്യുക അത്യാവശ്യമാണ്. എങ്ങനെ നമ്മുടെ കോഡിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ നോക്കാം. ലെഫ്റ്റ് ഹാൻഡിൽ ടോപ്പിൽ കാണുന്ന ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്ത് ഒരു പുതിയ ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ചാപ്റ്റർ 1 എന്നൊരു ടെക്സ്റ്റ് ഫയലാണ് ക്രിയേറ്റ് ചെയ്തത്. നമ്മുടെ മെയിൻ ടെക്സ്റ്റിൽ നിന്ന് ചാപ്റ്റർ 1ന്റെ കണ്ടന്റ് കട്ട് ചെയ്ത് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടെക്സ്റ്റ് ഫയൽ പേസ്റ്റ് ചെയ്യുക. അങ്ങനെ എത്രത്തോളം ചാപ്റ്റർ ഉണ്ടോ അത്രത്തോളം ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ഉള്ള കണ്ടന്റ് കട്ട് ചെയ്ത് ആ ടെക്സ്റ്റ് ഫയലിലേക്ക് പേസ്റ്റ് ചെയ്യുക. അങ്ങനെ എല്ലാ ചാപ്റ്ററിനും ഇൻഡിവിജ്വലി നമ്മൾ ഓരോരോ ടെക്സ്റ്റ് ഫയൽസ് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടെക്സ്റ്റ് ഫയൽ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി /input ഉപയോഗിച്ച് ആഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ കൊടുത്ത ഓരോരോ ഫയൽസായി നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ഫയൽ കുറച്ചുകൂടെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമേജ് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ഇമേജും ആ ഫോൾഡറിലേക്ക് മാറ്റാം. കോഡ് കുറച്ചുകൂടെ സിമ്പിൾ ആക്കാൻ വേണ്ടി അബ്സ്ട്രാക്റ്റിനും യൂസർ പാക്കേജിനും ഓരോ ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം അതിന്റെ കണ്ടന്റ് കട്ട് ചെയ്ത് ആ ടെക്സ്റ്റ് ഫയലിലേക്ക് മാറ്റാം. /input ഉപയോഗിച്ച് യൂസർ പാക്കേജും അബ്സ്ട്രാക്റ്റും ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് റീകമ്പൈൽ ചെയ്ത് നോക്കാം എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ. ഇമേജസിന്റെ ലൊക്കേഷൻ മാറിക്കൊണ്ടാണ് ചാപ്റ്റർ 3ൽ നമ്മൾ ആഡ് ചെയ്ത ഇമേജസ് കാണാൻ പറ്റാത്തത്. അതിനുവേണ്ടി ചാപ്റ്റർ 3യുടെ കോഡ് ഓപ്പൺ ചെയ്യാം. ഇപ്പോഴത്തെ ഇമേജിന്റെ പേര് ചേഞ്ച് ചെയ്ത് അപ്ഡേറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ആഡ് ചെയ്യാം. ഇമേജ് ലൊക്കേഷൻ ആഡ് ചെയ്യുമ്പോൾ അതിൽ ആ ഇമേജ് ഉള്ള ഫോൾഡറിന്റെ പേരും ഉണ്ടായിരിക്കും. ഒന്ന് റീകമ്പൈൽ ചെയ്ത് നോക്കാം. സോ 200ഓളം ലൈൻസ് ഉണ്ടായിരുന്ന നമ്മുടെ റിപ്പോർട്ട് ഇപ്പോൾ വെറും 25 ലൈനായി ചുരുങ്ങി. ഇങ്ങനെ നമ്മുടെ റിപ്പോർട്ടിനെ വളരെ സിമ്പിളാക്കി മാറ്റാൻ സാധിക്കും. ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നത് മൂലം നമുക്ക് റിപ്പോർട്ട് എഡിറ്റിംഗ് വളരെ എളുപ്പവുമാകും. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് വഴി ഞങ്ങളെ അറിയിക്കുക.